പ്ലസ് ടു ഫിസിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, സെൽഫ് ഇൻഡക്ഷൻ. 1832 സർ ജോസഫ് ഹെൻറിയാണ് സെൽഫ് ഇൻഡക്ഷൻ കണ്ടെത്തിയത്. അതിനു മുമ്പായി എന്താണ് ഇൻഡക്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. The property of an electric circuit or a coil that causes an electromotive force or EMF to be generated by a change in magnetic field or current associated with it. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു കോയിലിലോ ഉള്ള കറണ്ടിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ കോയിലിൽ അല്ലെങ്കിൽ സർക്യൂട്ടിൽ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സോ അല്ലെങ്കിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോയിലിൻ്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനോ അല്ലെങ്കിൽ കറണ്ടിനോ, നമുക്കറിയാം കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോയിൽ അല്ലെങ്കിൽ സർക്യൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനോ കറണ്ടിനോ ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ കോയിലിൽ അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രോപ്പർട്ടി, കോയിലിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് സർക്യൂട്ടുകളിൽ ഇൻഡക്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇന്ന് നമുക്ക് എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു കോയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കോയിൽ ഒരു തന്നിരിക്കുന്ന സർക്യൂട്ടിൽ കോയിൽ ഒരു സെല്ലും ആയിട്ട് കീ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഇവിടെ തന്നിരിക്കുന്ന കോയിൽ ഇതാണ്. കോയിലിൻ്റെ ഒരു കീ ഉപയോഗിച്ച് സെല്ലുമായിട്ട് ഈ കോയിലിനെ നമ്മൾ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി when the key is open the current through the coil 0 എന്ന് പറഞ്ഞാൽ കീ ഓപ്പൺ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഓഫ് സ്റ്റേറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഇവിടെ കീ ഇത് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്താണ്? ഓപ്പൺ, കീ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ എത്രയായിരിക്കും? 0. ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് സർക്യൂട്ടിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. ഇനി when the key is closed, ഇനി ഇത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? സർക്യൂട്ട് ഓൺ ആകും. ഇതെന്താ? കറണ്ട് ത്രൂ ദ കോയിൽ ഇൻക്രീസസ് ഫ്രം 0 to a maximum വാല്യൂ. നമ്മൾ പറഞ്ഞു ഓഫ് ആയിരിക്കുന്ന സമയത്ത് 0 ആണ് കറണ്ടിൻ്റെ വാല്യൂ. ഇനി ഇത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത് സഡൻ ആയിട്ട് മാക്സിമം വാല്യൂയിലേക്ക് എത്തുകയല്ല, പെട്ടെന്ന് എന്താണ്? ഇൻക്രീസ് ചെയ്യുവാണ്. 0യിൽ നിന്ന് കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം വാല്യൂയിലേക്ക് എത്തുകയാണ്. ഇവിടെ കറണ്ടിന് ഒരു ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. കാരണം കറണ്ട് 0യിൽ നിന്ന് മാക്സിമം വാല്യൂയിലേക്ക് ഗ്രോ ചെയ്യുന്നു. സർക്യൂട്ട് ഓൺ ആയി തന്നെ നമ്മൾ തുടരുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഓഫ് ആയിരുന്നു, അപ്പോൾ സർക്യൂട്ടിലുള്ള കറണ്ട് ഫ്ലോ 0 ആയിരുന്നു. നമ്മൾ ഓൺ ആയി കഴിഞ്ഞപ്പോൾ 0യിൽ നിന്ന് ഒരു മാക്സിമം വാല്യൂയിലേക്ക് എത്തി. ഇനി ഇത് ഓൺ സ്റ്റേജിൽ തന്നെ തുടരുകയാണെങ്കിൽ സർക്യൂട്ടിൽ കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ആയിരിക്കും ഉണ്ടാകുക. സർക്യൂട്ടിലൂടെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇനി കീ നമ്മൾ വീണ്ടും ഓഫ് ചെയ്യുവാണ്. വീണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് ത്രൂ ദ കോയിൽ സഡൻലി ഫാൾസ് ഫ്രം മാക്സിമം വാല്യൂ ടു 0. ഇപ്പോൾ മാക്സിമം വാല്യൂവിലാണ് നിന്നിരുന്നത്, അത് ആ മാക്സിമത്തിൽ നിന്ന് എന്ത് ചെയ്യും? സഡൻ ആയിട്ട് 0യിലേക്ക് എത്തും. ഹിയർ എ ഡീകേ ഓഫ് കറണ്ട് ടേക്സ് പ്ലേസ്. ഇവിടെ കറണ്ടിന് ഒരു ഡീകേ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓൺ ആക്കുന്ന സമയത്ത് കറണ്ടിന് ഒരു ഗ്രോത്ത് സംഭവിക്കുന്നു. ഓഫ് ചെയ്യുന്ന സമയത്ത് കറണ്ടിന് ഡീകേ സംഭവിക്കുന്നു. ഇവിടെ കീ ഓൺ ആക്കുന്ന സമയത്തും ഓഫ് ആക്കുന്ന സമയത്തും കോയിലിലൂടെ ഒരു കറണ്ടിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഓൺ സ്റ്റേജിൽ തന്നെ തുടർന്നാൽ കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഓൺ ആക്കുന്ന സമയത്ത് എന്താണ്? 0യിൽ നിന്ന് ഫസ്റ്റ് കേസിൽ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. അതായത് ഓൺ ആക്കുന്ന സമയത്ത് കറണ്ടിന് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. 0യിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തുകയാണ്. സെക്കൻഡ് കേസിൽ ഡീകേ ഓഫ് ദ കറണ്ട് ആണ് സംഭവിക്കുന്നത്. കറണ്ട് 0യിൽ നിന്ന് മാക്സിമത്തിൽ നിന്ന് 0യിലേക്ക് എത്തുന്നു. അപ്പം കറണ്ട് 0യിൽ നിന്ന് മാക്സിമത്തിലേക്ക് ഗ്രോ ചെയ്യുമ്പോഴും മാക്സിമത്തിൽ നിന്ന് 0യിലേക്ക് കുറയുമ്പോഴും കോയിലിലൂടെയുള്ള കറണ്ട് ഫ്ലോ വേരി ചെയ്യപ്പെടുന്നുണ്ട്. ഓൺ ആക്കുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ വേരി ചെയ്യും. ഓൺ ആയി തന്നെ തുടർന്നാൽ കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഓൺ ആക്കുന്ന സമയത്ത് കറണ്ട് വേരി ചെയ്യുന്നു, ഓഫ് ആക്കുന്ന സമയത്തും കറണ്ട് വേരി ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് വേരിയിങ് ഓർ ചേഞ്ചിങ് ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കോയിൽ ഓർ എ സോളിനോയിഡ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഒരു സോളിനോയിഡിലൂടെ അല്ലെങ്കിൽ കോയിലിലൂടെയുള്ള കറണ്ടിന് വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
കറണ്ട് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സും കൂടും. അപ്പം കറണ്ട് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, മാഗ്നറ്റിക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റ് ആയിട്ട് മാറും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ അകത്തൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കറണ്ട് കൂടുന്നതനുസരിച്ച് ആദ്യം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആണെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് 2, 3 എന്ന് പറഞ്ഞ് ഇത് മാക്സിമം കറണ്ടിൽ എത്തുമ്പോൾ ഇതിൻ്റെ അകത്തെ മാക്സിമം എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇങ്ങനെ കറണ്ട് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സും കൂടും. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കറണ്ട് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. കറണ്ട് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അതിനനുസരിച്ച് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ടിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു, കറണ്ടിന് വ്യത്യാസം വരുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സിനും വ്യത്യാസം സംഭവിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് മൂലം കോയിലിൽ EMF പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ അകത്ത് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചാൽ ചേഞ്ച് സംഭവിച്ചാൽ എന്തുണ്ടാവും, EMF പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കറണ്ട്, ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ഈ സർക്യൂട്ടിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യും EMF. സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ, അതായത് സെല്ലിൽ നിന്നുള്ള കറണ്ട് ഫ്ലോ, അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്തുണ്ടാകുന്നത്, EMF ഉണ്ടാകുന്നത്. ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the electric current in a coil changes, the magnetic flux linked with that coil also changes. ഇലക്ട്രിക് കറണ്ടിന് ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും. ഇതിന്റെ ഫലമായി ഒരു EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഇതിന്റെ ഫലമായി ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. അതായത് ആ കോയിലിൽ തന്നെ ഒരു ഇൻഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ EMFന് നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് EMF എന്ന് പറയും. എന്തുകൊണ്ടാണ്, കറണ്ടിന്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് എന്തുണ്ടാകുന്നത്, ഒരു ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ബാക്ക് EMF എന്ന് പറയുന്നു. ഈ ഫിനോമിനൻ, അതായത് phenomenon of production of an opposing EMF in a coil due to the change in the current in the same coil is called self induction. ഒരു കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന് ഉണ്ടാകുന്ന ചേഞ്ച് മൂലം അതേ കോയിലിൽ തന്നെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ആ കോയിലിൽ തന്നെ ഉണ്ടാകുന്ന EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്നറിയപ്പെടുന്നത്. The phenomenon of production of an opposing EMF in a coil due to the change in current in the same coil is called self induction. When the current is increasing, the induced EMF is opposite to the direction of the current. So the induced EMF decreases the current through the coil. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന അല്ലെങ്കിൽ കീ ഓൺ ആക്കുന്ന സമയത്ത് എന്താണ്, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, 0 നിന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നു പറഞ്ഞു. അപ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ദ ഇൻഡ്യൂസ്ഡ് EMF ഡിക്രീസസ് ദ കറണ്ട് ത്രൂ ദ കോയിൽ. അതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിനെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അതായത് കറണ്ടിനെ പ്രതിരോധിക്കും. അപ്പം കറണ്ട് ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ് EMF ഉണ്ടാകുന്നത്. അതുമൂലം എന്തുണ്ടാകും, കറണ്ടിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. വെൻ ദ കറണ്ട് ഡിക്രീസിങ്, ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കറണ്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ് EMF ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ആ കറണ്ടിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് കേസിലും ഇൻഡ്യൂസ് EMFന്റെ ഡയറക്ഷൻ വ്യത്യാസമാണ്. അതായത് സർക്യൂട്ട് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് കറണ്ട് ഇൻക്രീസ് ചെയ്യും, ആ സമയത്ത് കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കറണ്ടിനെ പ്രതിരോധിക്കും, ഓപ്പോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പം ഗ്രോത്തിനെ അവിടെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് കറണ്ടിന്റെ ഡിക്രീസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കറണ്ടിനെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യിക്കാൻ ശ്രമിക്കും. അതായത് കറണ്ട് ഈസ് ഡിക്രീസിങ്, ദ ഇൻഡ്യൂസ് EMF ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. സോ ദ ഇൻഡ്യൂസ് EMF ഇൻക്രീസസ് ദ കറണ്ട് ത്രൂ ദ കോയിൽ. കറണ്ട് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇൻക്രീസ് ചെയ്യിക്കും, അതുപോലെ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ ഡിക്രീസ് ചെയ്യിക്കും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, കറണ്ടിന്റെ ഗ്രോത്തിനെ, കറണ്ട് കൂടുമ്പോൾ അതിനെ പ്രതിരോധിക്കും, കറണ്ട് കുറയുമ്പോൾ അതിനെ പ്രതിരോധിക്കും. അപ്പം കറണ്ട് കൂടുമ്പോൾ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കുറയ്ക്കാൻ ശ്രമിക്കും, കറണ്ട് കുറയുമ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ ശ്രമിക്കും. അതാണ് ഈ സെൽഫ് ഇൻഡക്ഷൻസ് അത് നടക്കുന്നത്.
ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. നമുക്കിപ്പം കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. നമ്മൾ പറഞ്ഞു കീ ഓൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, കീ ഓൺ ആക്കുന്ന സമയത്ത് എന്താണ് കറണ്ട് ഫ്ലോ? ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ, ഇതാണ് ഇതിലുണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ്. അതായത് സെല്ലിൽ നിന്നുള്ള കറണ്ട്, സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഇതാണ്. ഈ കറണ്ട് ഈ കോയിലിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ് EMFന്റെ ഡയറക്ഷനാണ് കറണ്ടിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഡിക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എപ്പോൾ കീ ഓൺ ആയിരിക്കുന്ന സമയത്ത്, കീ ഓൺ ആക്കുന്ന സമയത്ത് സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ആ കറണ്ട് ഫ്ലോയെ ഡിക്രീസ് ചെയ്യിക്കുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ച് ഇവിടെ കീ ഓഫ് ചെയ്യുവാണ്, അതായത് കീ ഓപ്പൺ ആയിട്ട് മാറുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും? സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഡിക്രീസ് ചെയ്യും. സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ആ കറണ്ട് ഫ്ലോയുടെ അതേ ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. ഇൻഡ്യൂസ്ഡ് EMF കറണ്ട് ഫ്ലോയുടെ അതേ ഡയറക്ഷനിൽ ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കറണ്ട് വീണ്ടും കൂടും. കറണ്ട് ഇവിടെ കുറയാൻ നോക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF അതേ ഡയറക്ഷനിൽ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് കറണ്ട് വീണ്ടും ഡിക്രീസ് ചെയ്യിക്കാൻ ശ്രമിക്കും. അപ്പം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കും, ഡിക്രീസ് ചെയ്യുന്ന സമയത്തും അതിനെ പ്രതിരോധിക്കും. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതാണ് ഈ നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ്റെ അത് സംഭവിക്കുന്നത്. It is clear that the induced EMF opposes the growth or decay of the current flowing through the coil. അപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ടിന്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡീക്കയെ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുകയാണ് ഇൻഡ്യൂസ്ഡ് EMF ചെയ്യുന്നത്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് കോൾഡ് ഇനേഷ്യ ഓഫ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് സെൽഫ് ഇൻഡക്റ്റൻസിനെ ഇനേഷ്യ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. എന്താണ് ഇനേഷ്യ എന്ന് നമുക്കറിയാം. ആയിരിക്കുന്ന അവസ്ഥ തുടരാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത. അത് നമ്മൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ആ അവസ്ഥയെ തന്നെ തുടരാനൊരു ടെൻഡൻസി, അല്ലെങ്കിൽ മോഷനിലായിരിക്കുന്ന വസ്തു, യൂണിഫോം മോഷനിലായിരിക്കുന്ന വസ്തു ആ അവസ്ഥയെ തന്നെ തുടരാനൊരു ടെൻഡൻസി, അതാണ് നമ്മൾ ഇനേഷ്യ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ കറണ്ട് അതായത് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. കറണ്ട് ഇൻക്രീസ് ചെയ്യാതെ തുടരാൻ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ കറണ്ട് ഡിക്രീസ് ചെയ്യാതിരിക്കാനൊരു ടെൻഡൻസി. അത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു ടെൻഡൻസി. ആദ്യം നമ്മൾ പറഞ്ഞു കറണ്ട് 0 ആണ്, അത് ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്ന ഒരു ടെൻഡൻസി. ഇനി കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഇരിക്കുന്ന സമയത്ത് അത് ഡിക്രീസ് ചെയ്യാൻ നോക്കുവാണ്, ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഏത് സ്റ്റേറ്റിലാണോ, ഒന്നെങ്കിൽ 0-യിലാണെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്രതിരോധിക്കും, ഇനി മാക്സിമത്തിലാണെങ്കിൽ അത് ഡിക്രീസ് ചെയ്യാനായിട്ട് അതിനെ പ്രതിരോധിക്കും. അപ്പം ഏത് അവസ്ഥയിലാണോ, 0-യിലാണെങ്കിൽ 0-യിൽ തന്നെ തുടരാനൊരു ടെൻഡൻസി, അതാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഇനി മാക്സിമത്തിലായിരിക്കുന്ന സമയത്ത് അത് മാക്സിമത്തിൽ തന്നെ തുടരാനൊരു ടെൻഡൻസി കാണിക്കുന്നു. ഇത് മൂലമാണ് സെൽഫ് ഇൻഡക്റ്റൻസിനെ ഇനേഷ്യ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി സെൽഫ് ഇൻഡക്റ്റൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ആണ്, ലെറ്റർ ഫൈ, ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഡ്യൂ ടു എ കറണ്ട് I ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട്. നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുമെന്ന് പറഞ്ഞു. കറണ്ടിന്റെ വാല്യൂ 0-യിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നതനുസരിച്ച് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടും. അതിന്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ പ്രൊപ്പോർഷണൽ ടു I എന്ന് നമുക്ക് പറയാം. ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു I. ദെൻ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഇവിടെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫൈ ഈസ് ഈക്വൽ ടു L ഇൻറ്റു I. L is a constant called self inductance of the coil. L എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്, കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു L ഇൻറ്റു I. വെൻ I ഈസ് ഈക്വൽ ടു 1 ആംപിയർ, കറണ്ടിന്റെ വാല്യൂ 1 ആംപിയർ ആയിട്ട് മാറുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫൈ ഈസ് ഈക്വൽ ടു L എന്ന് മാറും. ഫൈ ഈസ് ഈക്വൽ ടു L എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ് ഡിഫൈൻഡ് ആസ് the magnetic flux linked with the coil when unit current is passed through it. യൂണിറ്റ് കറണ്ട് കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കോയിലിലൂടെ യൂണിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ്. അതുപോലെ തന്നെ ലെൻസ് ലോയിൽ നിന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇൻഡ്യൂസ്ഡ് EMF E is equal to minus dϕ by dt.
നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഫൈ എന്ന് പറയുന്നത് എൽ ഐ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ. അപ്പോൾ നമുക്ക് ഡി ഫൈ ബൈ ഡി ടി എന്നുള്ളതിന് ഇവിടെയുള്ള ഡി ഫൈ ബൈ ഡി ടി എന്നുള്ളതിന് ഫൈക്ക് പകരമായിട്ട് നമുക്ക് എൽ ഐ എന്ന് കൊടുക്കാം. എൽ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ എല്ലിനെ മാറ്റി എൽ ഇൻറ്റു കറണ്ടിനാണ് വേരിയേഷൻ സംഭവിക്കുന്നത്. ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് കറണ്ടാണ്, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നത് കറണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി ഇൻഡ്യൂസ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു നമുക്ക് ഇങ്ങനെ എഴുതാം ഡി ഫൈ ബൈ ഡി ടി എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പം മൈനസ് ഡി ഫൈ ബൈ ഡി ടി എന്നുള്ളതിന് പകരം നമ്മൾ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞു യൂണിറ്റ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡി ഐ ബൈ ഡി ടിയുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. യൂണിറ്റ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഡി ഐ ബൈ ഡി ടിയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൽ എന്ന് കിട്ടും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് കിട്ടും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ സർക്യൂട്ട് ഓഫ് യൂണിറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. നമ്മളിവിടെ മൈനസ് സൈൻ ആണ് വരേണ്ടത്, പക്ഷെ നമ്മൾ അതിൻ്റെ വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ, അതിൻ്റെ സൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം എൽ എന്ന് എഴുതാം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൽ എപ്പോഴാണ്? യൂണിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ സർക്യൂട്ട് ഫോർ യൂണിറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. കറണ്ടിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 1 ആണ്. അതായത് യൂണിറ്റ് സമയത്തിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ അപ്പോഴുള്ള എന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അപ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിന് തുല്യമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് സർക്യൂട്ടിലൂടെ യൂണിറ്റ് സമയത്ത് എന്താണ് 1 ആംപിയർ കറണ്ടാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആയിരിക്കും. യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഹെൻറി. ഹെൻറി എന്ന യൂണിറ്റ് ആണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ SI യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. H എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വെബർ പെർ ആംപിയർ ഈസ് ഓൾസോ എ യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് വെബർ പെർ ആംപിയർ. സെൽഫ് ഇൻഡക്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ ഫോർമുല m l സ്ക്വയർ t raised to minus 2 a raised to minus 2. m l സ്ക്വയർ t raised to minus 2 a raised to minus 2. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ബാക്ക് ഇ എം എഫ്. എന്താണ് ബാക്ക് ഇ എം എഫ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. സർക്യൂട്ടിലൂടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ. ദ ഗ്രോത്ത് ഓഫ് കറണ്ട് ത്രൂ ദ കോയിൽ ഇൻക്രീസസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ കോയിൽ ഫ്രം 0 to മാക്സിമം. നമ്മൾ പറഞ്ഞു കോയിലിലെ കറണ്ട് എന്താണ്? 0യിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സും എങ്ങനെയായിരിക്കും? ഗ്രോത്ത് ചെയ്യുന്നു. കറണ്ട് ഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് 0 ആയിരിക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആണ്. കറണ്ടിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സും 0യിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നു. അതനുസരിച്ച് എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ദ ഗ്രോത്ത് ഓഫ് കറണ്ട് ത്രൂ ദ കോയിൽ ഇൻക്രീസസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ കോയിൽ എന്താണ്? increases from 0 to maximum. This changing flux induces an EMF in the coil. The direction of this induced EMF is opposite to the main EMF. അതായത് സെല്ലിൽ നിന്ന് ഉള്ള EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൽ ഇൻഡ്യൂസ്ഡ് EMF കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. So this induced EMF is called back EMF. The direction of this induced EMF is opposite to the main EMF. അതായത് സെല്ലിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കോയിലിൽ അല്ലെങ്കിൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന EMF. അതാണ് ബാക്ക് EMF എന്ന് അറിയപ്പെടാൻ കാരണം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സർക്യൂട്ടിൽ സാധ്യമാകുന്ന സെൽഫ് ഇൻഡക്ഷൻ എന്ന മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതുപോലെ സെൽഫ് ഇൻഡക്റ്റൻസ്, ബാക്ക് EMF മുതലായവയെ നമ്മൾ മനസ്സിലാക്കി. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കൂടാതെ അവർക്ക് വേണ്ടി അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി അത് കൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടി കൂടിയാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.